بسم الله الرحمن الرحيم. ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون وله من في السماوات والأرض كل له قانتون وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1380 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 25 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون وله من في السماوات والأرض كل له قانتون وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم. الله العلي العظيم. سورة الروم 25 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, ഏകത്വത്തെ, അള്ളാഹുവിന്റെ പരമാധികാരത്തെ, പ്രപഞ്ചത്തിലെ സകല സംഗതികളെയും വളരെ സൂക്ഷ്മമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ആ നിയന്ത്രണാധികാരത്തെ ഒക്കെ ബോധ്യപ്പെടുത്തി തരികയാണ് സൂറത്ത് റൂമിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധ്യഭാഗത്തുള്ള ആയാത്തുകളിലായിട്ട്. ഒമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗം വിവിധങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങളെയാണ് പരാമർശിക്കുന്നത്. നമ്മളത് പിന്നിട്ട ആയത്തുകളിൽ വിശദമായിട്ട് കാണുകയുണ്ടായി. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തില് അള്ളാഹു മിന്നൽ പിണർന്ന് അത് ഭയപ്പാടും അതേപോലെ തന്നെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ജനിപ്പിക്കുന്ന ഒരു സംഗതിയായി ചൂണ്ടിക്കാണിച്ചു. ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയെ ജീവസ്സുറ്റതാക്കി മാറ്റുന്ന, അതിന്റെ മൃതാവസ്ഥയ്ക്ക് ശേഷം അതിനെ ജീവസ്സുറ്റതാക്കി മാറ്റുന്നതിനെ കുറിച്ചും പരാമർശിച്ചു. അതിലൊക്കെയും തന്നെ ബുദ്ധിപൂർവകമായി കാര്യങ്ങളെ വിലയിരുത്താൻ തുനിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, വലിയ സൂചനകൾ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ومن آياته أن تقوم السماء والأرض بأمره. വളരെ പ്രൗഢ ഗംഭീരമായ ഒരു ആശയം അടങ്ങിയിട്ടുള്ള ഒരു ആയത്തിന്റെ ശകലമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവന്റെ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ട് അവന്റെ ആജ്ഞാനുസാരമാണ് ആകാശവും ഭൂമിയും നിലകൊള്ളുന്നത് എന്നാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത
ആരുടെയും കയ്യിൽ നിയന്ത്രണമില്ലാത്തൊരവസ്ഥയിലല്ല ഈ ആകാശവും ഭൂമിയും ഒക്കെ നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ച സാകല്യം ഒന്നും തന്നെ അതിന് കൃത്യമായ ഒരു നിയന്ത്രകനുണ്ട്. അവന്റെ കൽപ്പനക്കും ആജ്ഞക്കും നിർദ്ദേശത്തിനും അനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ സംഗതിയും പ്രവർത്തനക്ഷമമാവുന്നത് എന്ന കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ആകാശം. അൻ തഖൂമ അസ്സമാഉ വൽ അർളു. ആകാശം, ഭൂമി ഇവ രണ്ടും തന്നെയും അവന്റെ ആജ്ഞാനുസാരമാണ്. ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അവന്റെ നിർദ്ദേശ നിയന്ത്രണ വിധികൾക്ക് വിധേയമായിക്കൊണ്ടാണ് ആകാശവും ഭൂമിയും നിലകൊള്ളുന്നത് എന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ പ്രപഞ്ച സംവിധാനം ഒരു നിയന്ത്രണവുമില്ലാത്ത, ആരുടെ കയ്യിലും അതിന്റെ കടിഞ്ഞാണില്ലാത്ത വിധത്തിലല്ല ഉള്ളത്. ആകാശവും ഭൂമിയും ഒക്കെ ഒരു വ്യവസ്ഥ അനുസരിച്ചാണ് നിലനിൽക്കുന്നതും ചലിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ. ദിനരാത്രങ്ങൾ മാറി വരുന്നതും മഴ ലഭിക്കുന്നതും ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നതും ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഒരു ചംക്രമണം, ഒരു സൈക്കിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് അത് കേവല ആകസ്മികമായ ഒരു സംഗതിയല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതല്ല. മറിച്ച് അള്ളാഹുവിന്റെ കൃത്യമായ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട്, അവന്റെ ആജ്ഞകൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ പ്രപഞ്ച സംവിധാനം പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയൊരു തകരാറ് സംഭവിക്കുമ്പോൾ പോലും നമ്മൾ അങ്ങേയറ്റത്തെ കടുത്ത അസ്വസ്ഥതയുള്ളവരായിട്ട് മാറും. ഇപ്പൊ കാലാവസ്ഥയിൽ ഒരു വ്യതിയാനം ഉണ്ടായി നോക്കുക. അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ, ഈ ആകാശഭൂമികളുടെ സംവിധാനത്തിൽ ക്രമീകരിച്ച വിധത്തിൽ തന്നെ അവന്റെ കൽപ്പന പ്രകാരമായിട്ട് തന്നെ ഉണ്ടാവുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം, ചൂടൊരൽപ്പം കൂടലും ചൂട് കുറയലും ഒക്കെ, അല്ലെങ്കിൽ തണുപ്പ് കൂടി വരല്, ഇങ്ങനെയുള്ള സംഗതികൾ പോലും ഇവിടെ വലിയ അനന്തരഫലവും പ്രത്യാഘാതവും ഒക്കെ ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ കഴിയും. മനുഷ്യജീവിതം അങ്ങേയറ്റവും അസാധ്യമാവുന്ന വിധത്തില് ഭൂമുഖത്ത് വളരെ അസഹ്യമായ ഒരു അവസ്ഥ ഉണ്ടാകും കാലാവസ്ഥയിൽ ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും. അപ്പൊ ഈ ക്രമീകരണത്തിന് നമ്മള് തീർച്ചയായിട്ടും അതിന്റെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന വിധത്തിൽ ആകാശവും ഭൂമിയും ഒക്കെ ആ വിധത്തിൽ ക്രമീകരിച്ച് നിർത്തപ്പെട്ടിരിക്കുന്നത് ദൈവിക കൽപ്പന പ്രകാരമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ വിസ്മയകരമായ ദൈവിക ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളാരും ക്രമീകരിച്ചതല്ല. ഭൂമിയിലെ ഭൗമോപരിതലത്തിലെ താപനില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജല ലഭ്യത എന്ന് പറയുന്നത്, ശ്വാസവായുവിന്റെ ലഭ്യത എന്ന് പറയുന്നത്, ഇതൊക്കെ തന്നെ ഇതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഇടപെട്ടുകൊണ്ട് അങ്ങനെ ആക്കിയതൊന്നുമല്ല. ഇത് ആരെങ്കിലും അങ്ങനെ അതിനുവേണ്ടി സംവിധാനങ്ങൾ ചെയ്യുന്നതൊന്നും നമുക്ക് അങ്ങനെ കാണാൻ വേറെ പറ്റുന്നില്ല. അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങളും അവന്റെ അമ്ര പ്രകാരം പ്രവർത്തനക്ഷമമാകുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അറിയാം, ഇപ്പം ഡൽഹി പോലെയുള്ള വലിയ പട്ടണങ്ങളിൽ, വലിയ നഗരങ്ങളിൽ ക്ലൗഡ്സിൽ വരെ ഈ നമ്മളുടെ എക്സോസ്റ്റ് ഫ്യൂംസ് കലർന്ന് മേഘങ്ങളിൽ വരെ അത് ചേർന്നിട്ട് വല്ലാത്ത ഇരുട്ട് കുത്തിയ, അതുപോലെ വളരെ ഭീകരമായ വിധത്തിലുള്ള അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്ന ഘട്ടങ്ങൾ നമ്മൾ പലപ്പോഴും പത്രത്തിൽ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വേറെ പലയിടങ്ങളിൽ അങ്ങനെ ഇല്ല. അതിന്റെ ഒരു ഗംഭീരമായ ക്രമീകരണം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ താമസിക്കുന്ന, നിലകൊള്ളുന്ന ഇടങ്ങളിൽ ശുദ്ധവായു ലഭിക്കുന്നതും ശ്വസിക്കാൻ പ്രയാസമില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നതും ഒക്കെ തന്നെ. അപ്പോ ഇതിൽ ചെറിയ വീഴ്ച വരുമ്പോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പോരായിക, ഏറ്റക്കുറവോ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥകള്, അത് അതിന്റെ
അതിന്റെ സ്വയം ഉള്ള ഒരു പ്രകൃതമാണ്, ഒരു അവസ്ഥയാണ്, അതെന്നും അങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഉണ്ടാവുക. എന്നെന്നും ഉണ്ടാവുന്നല്ല. അള്ളാഹു അവന്റെ സംവിധാനത്തില് ചിലപ്പോ ഒരുപാട് ആളുകൾ കണ്ണ് കാണുന്നവരായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരെ കണ്ണ് കാണാത്തവരായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ കേൾവിയുള്ളവരുടെ കൂട്ടത്തില് കേൾവിയില്ലാത്ത ചിലരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു ഔദാര്യമായി നൽകിയാലേ അത് ഉണ്ടാകൂ എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം, ആകാശവും ഭൂമിയും ഈ വിധത്തിൽ നിലക്കൊള്ളുന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ടും അതിന് വിധേയപ്പെട്ടുകൊണ്ടുമാണ് ആകാശഭൂമികൾ ഈ ക്രമീകരണത്തിൽ നിലനിൽക്കുന്നത് എന്നതാണ്. അത് അതിമഹത്തരമായ ദൈവിക ദൃഷ്ടാന്തമാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിന്നു പോകുന്നു എന്നത് വല്ലാത്തൊരു വിസ്മയം തന്നെയല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് സമയാസമയങ്ങളിൽ ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നത്, ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്, ആവശ്യമായ വിധത്തിലുള്ള കാലാവസ്ഥ മാറ്റം ഉണ്ടാക്കുന്നത്, ഋതുഭേദങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ശ്വാസവായുവിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്, അതുപോലെ ജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചം ഈ വിധത്തിൽ നിലനിന്നു പോകുന്നു എന്നതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിന്റെ അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ ആകാശവും ഭൂമിയും ഈ വിധത്തില് നിലനിന്നു പോകുന്നത് എന്നതാണ്. അവന്റെ കൽപ്പന പ്രകാരം അത് നിലനിന്നു പോകുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ നമ്മള് ഇന്നലെയോ മിനിയാന്നോ ഈ സ്പേസിലേക്ക് കയറി വന്ന ആളുകളാണ്. നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഇടത്തിൽ നിന്ന് നമ്മൾ അപ്രത്യക്ഷ ആവുകയും ചെയ്യും. പക്ഷെ ഒരു സംവിധാനം ഇവിടെ, ഒരു ക്രമം ഇവിടെ നിരന്തരമായി പ്രവർത്തനക്ഷമമായി നിലകൊള്ളുന്നുണ്ട്. ആ ക്രമീകരണം നടത്തിയിട്ടുള്ളത് ഇവിടെ അള്ളാഹു അവകാശപ്പെടുന്നത് അള്ളാഹുവാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ്. അത് മനുഷ്യന് പഠന വിധേയമാക്കാൻ പറ്റുന്ന വളരെ വിസ്മയകരമായ ദൈവിക ദൃഷ്ടാന്തം ആണ് എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് അള്ളാഹു അല്ല ഞാനാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് അറിയില്ല. ഒരു ദിവ്യത്വമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാളും തന്നെ ഈ പ്രപഞ്ചത്തെ ഈ വിധത്തിൽ നിലനിർത്തി പോകുന്നത്, ഈ ക്രമീകരണം നിലനിർത്തി അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നത് താനാണ് എന്ന് അവകാശപ്പെട്ട ഒരു അള്ളാഹു അല്ലാത്ത ഒരു ദിവ്യത്വം അവകാശപ്പെടുന്ന ഒരാളും തന്നെ അത് അവകാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അള്ളാഹു മാത്രാണ് ഈ കാര്യം തന്റെ പ്രവർത്തനമാണ് എന്നത് പറയുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വമിൻ ആയാതിഹി അൻ തഖൂമ അസ്സമാഉ വൽ അർളു ബിഅംരി. അവന്റെ കൽപ്പന പ്രകാരം, അവന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം അനുസരിച്ച് അവക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആകാശവും ഭൂമിയും ഈ വിധത്തിൽ നിലകൊള്ളുന്നു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. എന്നാൽ പിന്നെ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന വേറൊരു കാര്യം, സുമ്മ ഇദാ ദഅാകും ദഅവതൻ മിനൽ അർള്. പിന്നീട് അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു വിളിക്കുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണമടഞ്ഞ് മണ്ണിന്റെ ഭാഗമായി ഒക്കെ മാറിയതിനു ശേഷം ഒരൊറ്റ വിളി അവൻ നിങ്ങളെ വിളിക്കുന്നു എങ്കിൽ ഇദാ അൻതും തഖ്റുജൂൻ, നിങ്ങളൊക്കെയും അതാ പുറപ്പെട്ടു വരും, പുറത്തേക്ക് വരും. അതാണ് സംഭവിക്കുന്നത്. മറ്റിടത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് എങ്ങനെയാണ് റബ്ബെ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്നത് എനിക്കൊന്ന് കാണിച്ചു തരുമോ, എന്റെ ഹൃദയത്തിന് ശാന്തി അടയാൻ വേണ്ടിയാണ് എന്ന വിധത്തിൽ ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. നീ കുറച്ച് പക്ഷികളെ ഇണക്കി കൂട്ടുക, എന്നിട്ട് അവയെ അറുത്ത് കുറെ കഷ്ണങ്ങളാക്കിയിട്ട് അത് വിവിധങ്ങളായ പർവ്വതങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് താഴ്വാരത്ത് വന്നിട്ട് അവയെ ഒന്ന് വിളിക്കുക. അപ്പോൾ നിന്റെ അടുക്കിലേക്ക് അവ ജീവനുള്ള പറവകളായിട്ട്
പാറി വരുന്നത് കാണാം. അതേ വിധത്തിലാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്ന പുനരുത്ഥാനം പ്രവർത്തനക്ഷമമാക്കാൻ പോകുന്നത് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുകയുണ്ടായത്. ഇവിടെ അള്ളാഹു പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ്. അതേ ഒരു ആശയം തന്നെയാണ് അള്ളാഹു ഇവിടെ പങ്കുവെക്കുന്നത്. സുമ്മ ഇദാ ദഅാക്കും. അപ്പോ ഈ ഭൂമുഖത്ത് ആകാശത്തെയും ഭൂമിയെയും ഈ വിധത്തില് പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നത് അള്ളാഹുവാണ്. അതില് തീർച്ചയായിട്ടും ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് സുമ്മ ഇദാ ദഅാക്കും, പിന്നീട് ഒരിക്കൽ അവൻ നിങ്ങളെ വിളിക്കുന്നു, ഒരൊറ്റ വിളി വിളിക്കുന്നു. ദഅവതൻ, ദഅാക്കും ദഅവതൻ എന്ന് പറഞ്ഞ ആ വിളിയുടെ ആ ഒരൊറ്റ വിളിയാണ് എന്നത് സൂചിപ്പിക്കുകയാണ്. നമ്മളെ വീടുകളില് ഉമ്മമാര് കുട്ടികളെ ഫജറിന് വിളിക്കുന്ന പോലെ ഒരുപാട് തവണയൊന്നും വിളിക്കേണ്ടി വരൂല. ഒരൊറ്റ വിളി, അള്ളാഹുവിന്റെ ഒരൊറ്റ കൽപ്പന, അതുണ്ടാവുന്നതോടുകൂടി മിനല്ലാറില് ദഅവത്തൻ മിനല്ലാറില്, ഭൂമിയിൽ വെച്ച് ഒരു വിളി അള്ളാഹു നിങ്ങളെ വിളിക്കുന്നു. അത് പറയേണ്ടതില്ല, എല്ലാവരും അല്ലെങ്കിൽ ഈ ആളുകളൊക്കെയും തന്നെ മരിച്ചുപോയി, അവരൊക്കെ മറമാടപ്പെട്ട് മണ്ണിന്റെ ഭാഗമായ ഒരു അവസ്ഥയിലുള്ള കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് തുടർന്നുള്ള വാക്കുകൾ ഇന്ന് വളരെ വ്യക്തമാണ്. വൈദാ അൻതും തഖ്റുജൂൻ, ആ ഒരൊറ്റ വിളി ഉണ്ടാകുമ്പോഴതാ നിങ്ങളെല്ലാവരും ഖുറൂജാണ്, നിങ്ങളെല്ലാവരും പുറപ്പെട്ടു വരികയാണ്. ഭൂമിക്കടിയിൽ നിന്ന്, മരിച്ചു കിടക്കുന്നിടത്തുനിന്ന്, കബറടക്കപ്പെട്ടയിടത്തുനിന്ന്, അല്ലെങ്കിൽ ശരീരം ഛിന്ന ഭിന്നമായി പോയി പലയിടത്തുമായിട്ട് ചിതറിക്കിടന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെല്ലാവരും തന്നെ ആ ഒരൊറ്റ വിളിക്ക് പ്രതികരിച്ചുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ഓടിയെത്തും. വളരെ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ടാണ് അള്ളാഹുവിടെ വിശുദ്ധ ഖുർആനിൽ വേറെയും ചില ഉപമകളും വേറെയും ചില സംഗതികളും ഒക്കെ ആയിട്ട് ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ട് വിവരിക്കുന്നുണ്ട്. ഒരിടത്ത് അള്ളാഹു മണ്ണിലെ സുഷിരങ്ങളില് മുട്ടയിട്ട് അത് വിരിഞ്ഞ് വലിയ എണ്ണം ജീവികളായിട്ട് ഇങ്ങനെ പുറത്തു വരുന്ന ഒരു പ്രതിഭാസം വെട്ടുകിളികളുടേത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മണ്ണിൽ വിരിയുന്ന മുട്ടകള് അത് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് അസംഖ്യം എണ്ണം വെട്ടുകിളികളായിട്ട് ആണ് പുറത്തേക്ക് വരുന്നത്. ചെറിയ ഒരു ജീവിയാണത്, പറവകളാണ്. അത് നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അത്രയും അങ്ങനെ തുടരേ വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിലെ സുഷിരത്തിൽ നിന്ന് അങ്ങനെ വരുന്നത്. ഇതേപോലെയാണ് നിങ്ങളുടെ പുനരുത്ഥാനവും എന്ന് ഖുർആൻ ഒരിടത്ത് പറയുന്നത് കാണാം. പുനർജീവിപ്പിക്കപ്പെടുന്ന പ്രക്രിയ അത്രയും അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതോടുകൂടി മണ്ണിൽ എവിടെയൊക്കെ ആയിരുന്നോ ഓരോരുത്തരും ഉണ്ടായിരുന്നത് അവിടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് അവരൊറ്റ വിളിയേ വേണ്ടതുള്ളൂ. ഒരുപാട് വിളിക്കൊന്നും വേണ്ടതില്ല, ഒരുപാട് സംഗതികൾ ചെയ്യേണ്ടതുമില്ല. അവരൊറ്റ വിളി ഉണ്ടാകുന്നതോടുകൂടി എല്ലാവരും തന്നെ പുറപ്പെട്ടു വരികയായി, പുനരുത്ഥാനം എന്ന ഒരു സംഗതി സംഭവിക്കുകയായി എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ സുമ്മ ഇദാ ദഅാക്കും ദഅവതൻ മിനൽ അർള്, പിന്നീട് അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരൊറ്റ വിളി വിളിക്കുന്നു. അപ്പോഴോ ഇദാ അൻതും തഖ്റുജൂൻ, നിങ്ങൾ എല്ലാവരും പുറപ്പെട്ടു വരിക. അതാണ് പുനരുത്ഥാനം. വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു വിവരണമാണ്. ഇതില് ഒരു വൈരുദ്ധ്യം ഒന്നും എവിടെയില്ല. ഈ വിവരണം അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പക്ഷികളെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു, അദ്ദേഹത്തിന് തുമഅനീനത്ത് ലഭിക്കുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സംഗതി, അതുപോലെ ഈ മണ്ണിനടിയിൽ നിന്ന് അല്ലെ മണ്ണിലെ സുഷിരങ്ങളിൽ നിന്ന് ലോക്കസ് അങ്ങനെ വിരിഞ്ഞ് പുറത്തു വരുന്ന അതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം, ഇതൊക്കെ തന്നെ വളരെയേറെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള വിവരണങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അത് വൈരുദ്ധ്യം എന്നുള്ള വിധത്തിലുള്ള ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. തുടർന്ന് പറയുന്നത് വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, അവനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും തന്നെ അവന് അടിമപ്പെട്ടതാണ്. അവനുള്ളതാണെന്ന് പറയുമ്പോൾ അവര് തമ്മിൽ, അള്ളാഹുവും ഈ സംഗതികളും തമ്മിലുള്ള ബന്ധം ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധമാണ്. വലഹു,
അത് മുൽക്കിയത്ത് കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. വലഹു എന്ന് പറഞ്ഞ ഉടമസ്ഥത കാണിക്കുകയാണ്, അവനുള്ളതാണ്. അപ്പൊ അള്ളാഹു ആണ് ഉടമ എന്തിന്റെ? മംഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതിന്റെയും, അത് സകലരും ആകാം സകലതും ആവാം, ഇതൊക്കെയും ആകാശഭൂമികളിലുള്ള ചേതനവും അചേതനവുമായ സകലതും തന്നെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവനാണ് അവയുടെയൊക്കെ ഉടമ. അവരൊക്കെയും തന്നെ അവന്റെ അടിമകളാണ്, അവന്റേതാണ് അതൊക്കെയും തന്നെ. കുല്ലുല്ലഹു ഖാനിതൂൻ, ഒരാളും ഇടഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. എല്ലാവരും തന്നെ അവന് വിധേയപ്പെട്ടുകൊണ്ടാണ് ഉണ്ടാവുക. ഈ ഐഹിക ലോകത്ത് മനുഷ്യൻ അള്ളാഹു വ്യത്യസ്തമായ ഒരു സാധ്യത നൽകിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്. എന്നാൽ ആ നാളില് ആകാശഭൂമികളിലുള്ള സകല സംഗതികളും അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് വിധേയമായിക്കൊണ്ട് ഖാനിത്തായിട്ടാണ് ഉണ്ടാവുക. റിബല്യസ് ആയിട്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ആളുകൾ പോലും റിബല്യസ് ആയിട്ട് നിൽക്കൂല. അന്ന് അവന് വഴങ്ങിക്കൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് വന്ന് നിൽക്കുക. ധിക്കാരം കാണിച്ച ആളുകളായിരിക്കും, വലിയ മുത്തക്കബിറുകളായിട്ടൊക്കെ ആയിരിക്കും മരിച്ചു പോയിട്ടുണ്ടാവുക. പക്ഷേ അവര് അന്ന് അള്ളാഹു ആ ഒരൊറ്റ വിളിക്കുമ്പോ എല്ലാവരും അവന്റെ മുന്നിൽ ഹാജരാകും എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഹാജരാവുന്നത്? എല്ലാവരും ഖാനിത്തുകളായിട്ടാണ് ഹാജരാവുന്നത്. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ഒരു അനുസരണക്കേടും ധിക്കാരവും റിബല്യസ് ആയ പ്രകൃതത്തിന്റെ ഒരു അംശം പോലും കാണിക്കാതെയാണ് എല്ലാവരും അവന് വിധേയപ്പെട്ടുകൊണ്ട് വന്നു നിൽക്കുക. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, അവനാണ് സൃഷ്ടിപ്പിന് തുടക്കമിട്ടത്, അതേപോലെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് വീണ്ടും അവരെ, ഈ നേരത്തെ സൃഷ്ടിച്ച ജീവികളെ അല്ലെങ്കിൽ മനുഷ്യരെ വീണ്ടും പുനർജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. സൃഷ്ടിപ്പിന് ഒരു തുടക്കമുണ്ട്, ഒരു നൈരന്തര്യമുണ്ട്. ഇനി ഒരു ഘട്ടത്തില് ആ അവസ്ഥയിൽ ആ ആളുകൾ മരിച്ചു പോയതിനു ശേഷം അവരെ പുനർജീവിപ്പിക്കുന്ന ഒരു പ്രക്രിയയും ഉണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. യബ്ദഉൽ ഖൽഖ് എന്ന് പറയുന്നത് ഒന്നാമത്തെ വട്ടമുള്ള സൃഷ്ടിപ്പാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ ആദമിന്റെ സൃഷ്ടിപ്പ്, ആദ്യത്തെ മനുഷ്യന്റെ സൃഷ്ടിപ്പ്. പിന്നീട് അതിന്റെ ആവർത്തനം എന്നത് അള്ളാഹു നിരന്തരം ഒരു വംശവർദ്ധനവിന്റെ ഒരു പ്രക്രിയ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൃഷ്ടിപ്പിന്റെ നൈരന്തര്യമാണത്. ഇനി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും തന്നെ മരിച്ചു പോയതിനു ശേഷം അവരെ വീണ്ടും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നത്, ആ പുനരുജ്ജീവനം എന്നത് ഈ സൃഷ്ടിപ്പിന്റെ തന്നെ ഒരു ആവർത്തനമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായ ഒരു കാര്യമേ അല്ല. സുമ്മ യുഈദു, അപ്പോ വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ്, സൃഷ്ടിപ്പിന് തുടക്കമിട്ടത് അല്ലെങ്കിൽ ആദ്യമായി സൃഷ്ടികർമ്മം നടത്തിയത് അവനാണ്. സുമ്മ യുഈദുഹു, പിന്നെ അതിനെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അവനാണ്. വഹുവ അഹ്വനു അലൈഹി, അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. വളരെ വളരെ ലളിതമായ നിസ്സാരമായ ഒരു കാര്യമാണ്. ഈ സുമ്മ യുഈദുഹു എന്ന് പറയുന്ന ഈ ഇആദത്ത്, അതിന് 2 അർത്ഥ തലങ്ങളുണ്ട്. ഒന്ന് ഈ ആവർത്തനം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ തുടർന്ന് സൃഷ്ടിപ്പ് എന്ന പ്രക്രിയ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിന്റെ ആവർത്തനമാണ്. ഇതിന്റെ രണ്ടാമതൊരു തവണ ഇതേ ആളുകളെ വീണ്ടും ജീവിപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടും തന്റെ മുന്നിൽ ഹാജരാക്കുന്ന വിധം സൃഷ്ടിക്കുക എന്നത് ആണ് ഇവിടെ ഊന്നലോടുകൂടി സൂചിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ കാര്യം. സുമ്മ യുഈദു, എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇത് രണ്ടും, അത് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അതിന്റെ തുടർച്ച, അതിന്റെ നൈരന്തര്യം നടത്തുന്നു എന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലളിതമായ എളുപ്പമായ കാര്യമാണ്. അതേപോലെ എല്ലാവരും മരിച്ചു പോയതിനു ശേഷം എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കുക എന്നതും വഹുവ അഹ്വനു അലൈഹി, അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ നിസ്സാരമായ ഒരു കാര്യമാണ്.
അവനൊരു കൽപ്പന നൽകുക മാത്രമേ വേണ്ടതുള്ളൂ. അതാണല്ലോ നേരത്തെ അതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായത്. അവന്റെ ഭൂമിയിൽ നിന്ന് പിന്നീട് അവൻ നിങ്ങളെ ഒരു വിളി വിളിക്കുന്നു. ദഅവതൻ മിനൽ അർള് ഇദാ അൻതും തഖ്റുജൂൻ, അപ്പോ നിങ്ങളൊക്കെയും അതാ പുറപ്പെട്ടു വരികയും ചെയ്യുന്നു. അത്രയും ലളിതമാണ്, നിസ്സാരമാണ് അള്ളാഹുവിന് ആ പ്രക്രിയ. വലഹുൽ മസലുൽ അഅ്ല ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ ഏറ്റവും അത്യുന്നതങ്ങളായ ഉപമകള്, വിവരണം അല്ലെങ്കിൽ താരതമ്യം അള്ളാഹുവിനുള്ളതാണ്. എത്ര തന്നെ മഹത്തരമായ സംഗതികളോട് അള്ളാഹുവിന്റെ മഹത്വത്തെ താരതമ്യം ചെയ്താലും അതിനേക്കാൾ മഹത്തരമായ ഒരു താരതമ്യം, ഒരു ഉപമ എന്താണ് ഉള്ളത്, അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ എന്നേ മനുഷ്യന് ആലോചിക്കേണ്ടി വരും. ഏതെങ്കിലും വില കുറഞ്ഞ വിധത്തിലുള്ള ഒരു താരതമ്യമല്ല, മറിച്ച് അള്ളാഹു പറയുന്ന വലഹുൽ മസലുൽ അഅ്ല, അവനെ പരാമർശിക്കാൻ, അവന്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ ഏറ്റവും നല്ല മോഡലാണ് പറയേണ്ടി വരിക. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ രാജത്വം, അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ കാര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം, ഇതൊക്കെ പറയുമ്പോ അതിനെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോ രാജാക്കന്മാരോട്, ചക്രവർത്തിമാരോട് ഒക്കെ ഉപമിച്ചെന്ന് വരും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഉപമിച്ചത് അള്ളാഹുവിനോട് അടുത്ത് ചേർത്ത് വെക്കാൻ പോലും ഉള്ളതല്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട വല്ല ഉപമയും സാധ്യമാകുമോ എന്ന് നോക്കാനാണ് പ്രേരിതരാവുക. കാരണം നമ്മൾ ഒരു രാജാവിനോട്, ഒരു ചക്രവർത്തിയോട്, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയോടൊക്കെ അള്ളാഹുവിനെ ഉപമിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ നമുക്ക് ബോധ്യപ്പെടും ഈ സാമ്രാജ്യത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഒരുപാട് പരിമിതികളുള്ള ഒരു മനുഷ്യനാണ്. അവന്റെ പരിമിതികളോടെ ഉള്ള അവസ്ഥയെ അല്ല അള്ളാഹുവുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരിക. അള്ളാഹുവിനെ പരാമർശിക്കുമ്പോൾ വലഹുൽ മസലുൽ അഅ്ല, ഏറ്റവും ഉന്നതമായ മോഡലാണ്, ഏറ്റവും ഉന്നതമായ ഉദാഹരണമാണ്, ഉപമയാണ് നമുക്ക് പറയാൻ കഴിയുക. അതാണ് അവനുള്ളത്. വലഹുൽ മസലുൽ അഅ്ല, അവൻ അർഹിക്കുന്നതാണ്, അവൻ അവകാശപ്പെട്ടതാണ്. എന്താണ് അൽ മസലുൽ അഅ്ല? ഏറ്റവും സമുന്നതമായ ഉപമകളും ഉദാഹരണങ്ങളും. അള്ളാഹുവിന്റെ സ്ഥാനം, മഹത്വം, പദവി, അധികാരം, നിയന്ത്രണം, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ എളുപ്പത്തില് ഒരു ഉപമയിലൂടെ കാര്യങ്ങൾ വിവരിക്കാൻ മുതിരുകയാണെങ്കിൽ അതിലേറ്റവും ഉന്നതമായ ഉപമയായിട്ട് നമുക്ക് ഏതാണോ തോന്നുന്നത് അതേ നമുക്ക് പറയാൻ തോന്നുള്ളൂ. അപ്പൊ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹത്തരമായ മസലുകളൊക്കെയും അവന് അവകാശപ്പെട്ടതാണ്. വലഹുൽ മസലുൽ അഅ്ല, എവിടെ? ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ. അള്ളാഹുവിന്റെ പദവിയും സ്ഥാനവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചില ഉപമകള്, ചില അംസാലുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അതിലേറ്റവും ഉന്നതമായത് മാത്രമാണ് അവന് ചേരുന്നത്. അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഉപമകള് അള്ളാഹുവിനുള്ളതാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വഹുവൽ അസീസുൽ ഹക്കീം, അങ്ങേയറ്റം മഹത്വമുള്ളവനും അതുപോലെ യുക്തിജ്ഞനുമാണ് അള്ളാഹു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അള്ളാഹുവിടെ. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തെ നമ്മൾ എത്ര തന്നെ അതിന്റെ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊണ്ടാലും നമ്മൾ ഉൾക്കൊണ്ടത് കുറഞ്ഞു പോയിട്ടേ ഉണ്ടാവുള്ളൂ, കൂടൂല ഒരിക്കലും. ഏറ്റവും ഉന്നതമായത് അങ്ങനെയാണല്ലോ, നമ്മൾ ഏതിനും ഒരു ഹാൾമാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെ എക്സ്പ്ലോർ ചെയ്യലാണ്. ഇപ്പോ അത് ഈ മറ്റേ സ്വർണ്ണാഭരണങ്ങളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും നല്ല മോഡലുകൾ ഡിസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ നമ്മൾ അതിനേക്കാളും നല്ല മോഡല് ഇറങ്ങിയിട്ടുണ്ട് എന്ന ഒരു സംഗതിയിൽ എക്സൈറ്റഡ് ആയിരിക്കും. സ്വർണ്ണാഭരണങ്ങളൊക്കെ നോക്കി അത് തിരഞ്ഞെടുക്കുന്ന തരം ആളുകള് അവർക്കൊരു ക്രേസാണ് അത്. ആഭരണങ്ങളൊക്കെ എന്തോരം ഓരോ ദിവസവും അതിന്റെ ഡിസൈനും മോഡലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാണാം. എന്തുകൊണ്ടാണ്? മനുഷ്യനൊരിക്കലും തന്നെ ഏറ്റവും ഗംഭീരമായത് എന്ന അവന്റെ മനസ്സിലെ അടയാളപ്പെടുത്തലിന് ഇപ്പോഴും ഒരു അവസാന വാക്കുണ്ടായിട്ടില്ല. നിരന്തരമായിട്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട, നമ്മൾ വീട് നിർമ്മാണത്തിന്
മുതിരുമ്പോഴാണ് വീട് നമ്മൾ ഭയങ്കര വളരെ ഡിഫറെന്റ് ആയ വളരെ യുണീക്കായ ഒരു മോഡൽ വേണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ആർക്കിടെക്റ്റിനെ കൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്യിച്ചൊക്കെ ചെയ്ത് ഉണ്ടാക്കി നമ്മൾ ആദ്യത്തെ ദിവസം അതിൽ കയറിക്കൂടി ഭയങ്കര സംതൃപ്തിയില് സന്തോഷത്തില് ചുറ്റുവട്ടത്തൊക്കെ ഉള്ള വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഭയങ്കര ആകർഷണീയതയുള്ള ഒരു മോഡലാണെന്നൊക്കെ ഉള്ള ആഹ്ലാദത്തിലായിരിക്കും. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മൾ വേറെ ആരെങ്കിലും ഒക്കെ വീട് താമസത്തിന് അതിഥിയായിട്ട് ക്ഷണിച്ച് നമ്മൾ അവിടെ പോയി അതൊക്കെ ഇങ്ങനെ ഒന്ന് കാണുമ്പോഴാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് വളരെ പുറകിലായി പോയി. അതിനേക്കാൾ മെച്ചപ്പെട്ട മോഡലുകൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം കാണാം. ഭയങ്കര രസമാണ് ഈ ഒരു മനുഷ്യന്റെ ഈ അതിന്റെ ഏറ്റവും നല്ല മോഡൽ എന്നതിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടയാളപ്പെടുത്തലുകളിൽ ഇങ്ങനെ നിരന്തരം മാറ്റം ഉണ്ടാവുന്നത്. നമ്മളേറ്റവും ഒരുപാട് ഗവേഷണമൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരു മോഡലിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അത് തന്നെ വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അതിനെ പുറകിലാക്കിക്കൊണ്ട് വേറെ പലതും തള്ളിക്കയറി വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പം മനുഷ്യന്റെ ഈ അള്ളാഹുവിനെ വിവരിക്കാൻ നമുക്ക് ആകാശഭൂമികളിലുള്ള ഉപമകളെ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നതിന്, അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ വേണ്ടിയാണല്ലോ ഈ ഉപമകൾ നമുക്ക് വേണ്ടി വരുന്നത്. അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ സ്ഥാനം, പദവി, മഹത്വം ഇതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ചില അംസാലുകൾ ആവശ്യമായിട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഏത് മസലും നമുക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് കാണുന്നതോടുകൂടി അത് മാറ്റി മറ്റേതാക്കാൻ തോന്നും. കാരണം അഅല എന്ന് പറയാവുന്ന ഏറ്റവും ഉന്നതമായ ഉപമകൾ എന്ന് പറയാവുന്നത് അതാണ് അള്ളാഹുവിന് ചേരുന്നത്. വലഹുൽ മസലുൽ അഅല ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളിലുള്ള സാധ്യതകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനെ അങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കുക. പക്ഷെ അത് തന്നെ ഏറ്റവും ഉന്നതമായത് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് ആണ് അള്ളാഹുവിന് അർഹിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ വഹുവൽ അസീസുൽ ഹക്കീം. പക്ഷെ അത്തരം മസലുൽ അഅല ആയാൽ പോലും അതിനെ ഭേദിക്കുന്നതും അതിനെ നിഷ്പ്രഭമാക്കുന്നതുമാണ് അള്ളാഹുവിന്റെ മഹത്വം. അവന്റെ അജയ്യത എന്ന് പറയുന്നത് നമുക്ക് എന്തിനോടെങ്കിലും താരതമ്യം ചെയ്ത് ഉൾക്കൊണ്ട് അങ്ങ് സ്ഥിരപ്പെടുത്തി വെക്കാൻ കഴിയില്ല. കാരണം നമ്മളുടെ ഉപമകളൊക്കെയും അപ്രസക്തമായി മാറും, താരതമ്യം നിഷ്ഫലമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഉടനെ ഉണ്ടാകും. കാരണം അവന് അസീസാണ്, അജയ്യതയും പ്രതാപവും ഉള്ളവനാണ്. അവന്റെ മുകളില് പ്രതാപവും അജയ്യതയും ആർക്കുമില്ല. അതുപോലെ അവൻ ഹക്കീമാണ്. അവന്റെ ഹിക്മത്തിന് അപ്പുറത്തേക്ക് ഹിക്മത്തുണ്ട് എന്ന് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ആരുമില്ല. അവനാണ് ഏറ്റവും ഗംഭീരമായ ഹിക്മത്തിന് ഉടമയായിരിക്കുന്നത്. ഏറ്റവും അജയ്യതയുള്ളവൻ അവനാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ, അള്ളാഹുവിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ, അള്ളാഹുവിന്റെ അധികാര നിയന്ത്രണങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ആകാശഭൂമികളെ ഈ വിധത്തില് അവൻ നിലനിർത്തുന്നു എന്നത് അവന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോ ഭൂമിയിൽ വെച്ച് അവൻ ഒരൊറ്റ വിളി വിളിക്കുകയേ വേണ്ടതുള്ളൂ. എല്ലാവരും തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ അവന്റെ അടുക്കലേക്ക് ഓടിയെത്തും എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. കാരണം ഈ അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായാലും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചിരുന്നവരായാലും അവരൊക്കെയും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നവരായിട്ട് മാറുന്ന ഒരു നാളാണ് വരാനിരിക്കുന്നത്. ആ നാളിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആകാശങ്ങളും ഭൂമിയും അതിലുള്ള സകലതും തന്നെയും അവന്റെ ഉടമസ്ഥതയിലുള്ള, അവന് അടിമപ്പെട്ടിരിക്കുന്നവയാണ്. എല്ലാവരും കുല്ലുൻ ലഹു ഖാനിത്തൂൻ, എല്ലാം അവന് ഖുനൂത്താക്കിയിട്ടുള്ളവരാണ്. വിധേയത്വം പൂർണ്ണമായി അവന് നൽകിയിട്ടുള്ളവരായിട്ടാണ് ഉണ്ടാവുക. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുർ റൂമിലെ 25 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ചില ചോദ്യങ്ങൾ പരിഗണിക്കാമെന്ന് വിചാരിക്കുകയാണ്, വളരെ ചുരുങ്ങിയ സമയം എടുത്തുകൊണ്ട്. ഒരു ചോദ്യം ചിന്മയ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. സത്യവിശ്വാസം സ്വീകരിക്കാത്തത്
കൊടിയ അക്രമമാണ് എന്ന് വിശ്വസിക്കാനുള്ള അവകാശം ഒരു മതേതര രാഷ്ട്രത്തിൽ സ്വീകാര്യമാകുമോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മതേതര രാജ്യം എന്നതുകൊണ്ട് ഇന്ത്യ ആയിരിക്കണം. ഇന്ത്യ എന്ന മതേതര രാജ്യം നിലവിൽ വന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. നമുക്ക് എത്ര കാലമായി എന്നുള്ളത് അറിയാലോ. അപ്പോ ഈ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളതും അവന്റെ അധികാരവും അവന്റെ മഹത്വവും അവന്റെ ഗാംഭീര്യവും ഒക്കെ നിർണയിക്കപ്പെട്ടിട്ടുള്ളതൊന്നും നമ്മുടെ ഭരണഘടന അനുസരിച്ചല്ല. ഈ ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അത് രാജ്യം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് ഇന്ത്യക്കാരുടെ കൈകളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുമ്പോൾ ആ ഘട്ടത്തില് ഇനി അങ്ങോട്ട് ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്തൊക്കെ നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഒന്ന് എഴുതി തയ്യാറാക്കി വെച്ചതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ പലപ്പോഴായിട്ട് അതിൽ അപര്യാപ്തതകൾ കണ്ടെത്തി തിരുത്തുകയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ പുതിയ ദിശയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി പോകുന്ന ഭരണ വിഭാഗം അതിന് ഈ ഭരണഘടനയെ നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പല ഭരണഘടനാപരമായ വ്യവസ്ഥകളെയും മാറ്റിയിട്ട് പുതിയ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുക ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഭരണഘടന എന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയും, നമ്മുടേതെന്നല്ല, ഒരു രാജ്യത്തിന്റെയും ഭരണഘടന അങ്ങനെ മാറ്റങ്ങൾക്ക് അതീതമായ ഒരു സംഗതിയല്ല. അപ്പോ അള്ളാഹു ഈ പ്രപഞ്ച സാകല്യത്തിന്റെ തമ്പുരാനാണ്. അപ്പോ അള്ളാഹു ഈ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നത് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഓരോരുത്തരും തന്നോട് തന്നെ ചെയ്യുന്ന വലിയ അക്രമമായിട്ടാണ്, വലിയ ലുൽമായിട്ടാണ്. കാരണം ഏതൊരു ആത്മാവിന്റെയും അവകാശമാണ് അതിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്നതും അവന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുക എന്നതും. സ്വാതന്ത്ര്യം നൽകപ്പെട്ടത് കൊണ്ട് മാത്രം മനുഷ്യര് അങ്ങനെ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കൂട്ടാക്കാതിരിക്കുകയും അവന് വിധേയപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ആ ആത്മാവിനോട് ആ വ്യക്തി ചെയ്യുന്ന വലിയ അക്രമമാണ് എന്ന വിധത്തിൽ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് ഖുർആനാണ്. അങ്ങനെ പറയാൻ നമ്മുടെ മതേതര രാഷ്ട്രത്തില് സാധിക്കുമോ, അത് പറ്റുമോ എന്നതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അത് മതേതര രാഷ്ട്രത്തിന്റെ ആളുകൾ ആലോചിച്ചിട്ട് പറയട്ടെ. അവര് പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ ഭരണഘടനയിലുണ്ട്. നമ്മളിപ്പോ ഈ ഭരണഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അവസാന വാക്കായതുകൊണ്ടല്ല, അത് അവസാന വാക്കാണെന്ന് ആർക്കും പറയാനും കഴിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ അത് നിരന്തരം ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടനക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണഘടനക്ക് ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രാബല്യം ഉണ്ടായിരുന്നു എന്നും ചരിത്രം അവസാനിക്കുന്നത് വരെ അത് നിലനിൽക്കുമെന്നും ഒന്നും ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്. ഒരാള് തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയാതിരിക്കുന്നത് അയാളോട് തന്നെ ചെയ്യുന്ന വലിയ അക്രമമാണ് എന്ന കാര്യം. അത് രാഷ്ട്രത്തിന് സ്വീകാര്യമായതും ഉണ്ടാവും, രാഷ്ട്രത്തിന് സ്വീകാര്യമല്ലാത്തതും ഉണ്ടാവും. രാഷ്ട്രം തന്നെ മാറുമല്ലോ. രാഷ്ട്രം തന്നെ പലതവണ മാറിയിട്ടുണ്ടല്ലോ. ഇനി എത്ര മാറാൻ കിടക്കുന്നു? അതൊക്കെ നമ്മളുടെ ഭരണഘടനക്കും വ്യവസ്ഥക്കും ഒക്കെ അതിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടാവും. ഭരണഘടന നോക്കിയിട്ടല്ല അള്ളാഹു അവന്റെ ദീന് പഠിപ്പിക്കുന്നത്. അത് ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്, സത്യത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അങ്ങനെ അല്ലാത്ത പലതും, നമുക്ക് സ്ഥായിയായ സത്യമാണ് എന്ന് ബോധ്യപ്പെടാത്ത പലതും ഭരണഘടനയിലും അല്ലെങ്കിൽ നമ്മുടെ നിയമ നിർമ്മാണത്തിലൊക്കെ കടന്നുകൂടിയെന്ന് വരും. അത് മനുഷ്യന്റെ സഹജമായ പരിമിതികളും ദൗർബല്യങ്ങളും ഒക്കെ കാരണമായിട്ടുണ്ടായ സംഗതിയായിരിക്കും. അതുകൊണ്ട് ഈ ചോദ്യം തന്നെ ഒട്ടും പ്രസക്തമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുന്നത്. ഒരാള് സത്യം കണ്ടെത്താനും അത് ഉൾക്കൊള്ളാനും ഭരണഘടന അനുവദിക്കുകയോ എന്ന് നോക്കി നിൽക്കുക എന്ന് പറയുന്നത് വളരെ മൂഢമായ ഒരു നിലപാടാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തുക. നിങ്ങൾക്ക് ഭരണഘടന അനുസൃതമായിട്ട് ആ സംവിധാനത്തിൽ നിലക്കൊള്ളാൻ പറ്റുന്നിടത്തോളം നിലക്കൊള്ളുക. അതല്ലെങ്കിൽ വേറെയും വഴികൾ അള്ളാഹു തആല തുറന്നു വരും നിങ്ങളുടെ മുന്നിൽ. അത് ഭരണഘടനയിൽ മാറ്റമുണ്ടായി എന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രദേശത്ത് നിന്ന് അതിനേക്കാൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന പ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ അള്ളാഹു വഴി തുറന്നു വരും. പല സംഗതികളും ഉണ്ടാവും അതിൽ. അപ്പം ഭരണഘടന അനുസരിക്കുന്നത്
ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഒരു രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം അനുവദിക്കുന്ന ഒരു കാര്യമാണോ അല്ലെന്ന് ചോദിച്ചാൽ മതേതരത്വം തന്നെ എത്രത്തോളം സത്യമാണ് എന്നതും പരിശോധിക്കാവുന്നതാണ്. നമ്മളിവിടെ പല വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ വേണ്ടി ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് മതേതരത്വം നമ്മൾ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡും നിലപാടും ഒക്കെ എല്ലാവരോടുമുള്ള സഹവർത്തിത്വവും സ്നേഹവും സൗഹാർദ്ദവും എല്ലാവർക്കും ഒരേ ഇടത്തില് സഹവർത്തിത്വത്തോടു കൂടി നിലക്കൊള്ളാൻ സാധിക്കണം എന്നൊക്കെയുള്ള നിലപാട് നിലനിൽക്കുന്നിടത്തോളം കാലം ആ സംവിധാനത്തിനൊക്കെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതില്ലാതായി മാറുമ്പോൾ ഭരണഘടന തന്നെ അപ്രസക്തമായി മാറും. ആളുകള് ആ വിധത്തിൽ ഇപ്പം രാജ്യത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ മതേതരത്വം എന്ന സ്വഭാവം എത്രത്തോളം നിലനിർത്താൻ ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ പ്രതിജ്ഞാബദ്ധരാണ് ഇന്ന് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. അപ്പോ നിർവഹിക്കുന്ന ആളുകളും അതിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ ചേരികളും ഒക്കെ തന്നെ പലപ്പോഴായിട്ട് ഈ മൂല്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോ സത്യം കണ്ടെത്തുന്നതിന് മനസ്സിലാക്കുന്നതിന് അതൊന്നും തടസ്സാവേണ്ടതില്ല. ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യമായ നമ്മളുടെ കണ്ടെത്തിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ബോധ്യം ഉള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പല വഴികളും പടച്ചുതമ്പുരാൻ തുറന്നു തരും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ മറ്റൊരു വിഷയം അദ്ദേഹം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്, ഒരു പനി വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണോ അതോ ഒരു മനുഷ്യനായ ഡോക്ടറെ കാണുകയാണോ ചെയ്യുന്നത് സഹായകരമായത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പനി വന്നാല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആണോ അള്ളാഹുവിനോട് ഒരു ഡോക്ടറെ കാണുകയാണോ വേണ്ടത് എന്ന്? ഇത് വൈരുദ്ധ്യമുള്ള ഒരു വിഷയമല്ല. പനി വന്ന തീർച്ചയായിട്ടും രോഗം മാറ്റുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഖുർആനിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഫൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്ന്, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ അവനാണ് എനിക്ക് രോഗശമനം തരുന്നത് എന്ന് പറയുന്നത് കാണാം. അപ്പോ രോഗശമനം അള്ളാഹുവാണ് തരുന്നത്, അവനാണ് ഷാഫി, അവനാണ് രോഗം മാറ്റി തരുന്നവൻ. അപ്പോ അള്ളാഹുവിനോട് തേടി തന്നെയാണ് വേണ്ടത്. അള്ളാഹു അത് മാറ്റിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചത്തില് നമ്മുടെ ജീവിത സാഹചര്യത്തിലൊക്കെ പല സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. അത് വിവിധങ്ങളായിട്ടുള്ള ചികിത്സാ രീതികള്, മരുന്ന്, ഔഷധ സാധ്യതകള് പലതും അള്ളാഹു ഈ സംവിധാനത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഫലപ്രദമായത്, നമുക്ക് പ്രയോജനകരമായി മാറാനുള്ള ഒരു സഹായം അള്ളാഹു ചെയ്തു വരും. അപ്പോൾ നമ്മളെ മനസ്സിൽ അതിനേറ്റവും യോജിച്ച ഒരു ഡോക്ടറെ പോയി കാണാൻ തോന്നും, അയാളെ കുറിച്ച് തരുന്ന മരുന്ന് ഉപയോഗിക്കാൻ തോന്നും. ഇനി അത് ഫലപ്രദമല്ല, വേറെ ചിലതാണ് വേണ്ടത് എന്നതുണ്ടെങ്കിൽ നമുക്ക് അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ട മാർഗദർശനം പടച്ചതമ്പുരാൻ തരും. ഇത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. അള്ളാഹു നേരിട്ട് ഇറങ്ങി വന്ന് രോഗം മാറ്റി കൊടുക്കണ, സ്റ്റെതസ്കോപ്പ് നെഞ്ചത്ത് വെച്ച് നോക്കുന്ന ഒരാളല്ലല്ലോ, അല്ലെങ്കിൽ മരുന്ന് വായിലിട്ട് തരുന്ന ആളല്ല. അതല്ല, ഇതിനൊക്കെയുള്ള വഴി ഒരുക്കി തരാൻ കഴിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്നത് ഡോക്ടറെ കാണാൻ പോകുന്നതുമായിട്ട് യാതൊരു വൈരുദ്ധ്യമില്ല. ഇനി ഡോക്ടറെ കാണാൻ പോയാൽ തന്നെ ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്ന് എല്ലായ്പ്പോഴും ഫലിക്കാറുണ്ടോ? എല്ലായ്പ്പോഴും ഡോക്ടറുടെ നല്ല മനസ്ഥിതിയും നിലപാടും നമുക്ക് കിട്ടാറുണ്ടോ? അതുപോലെ പല വിഷയങ്ങളും അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ വേണ്ടുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു മരുന്നും കഴിക്കാതെയും ചില രോഗങ്ങൾ ദുആ കൊണ്ട് മാറും, പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു രോഗങ്ങൾ മാറ്റിത്തരും. ചിലപ്പോ അതിന് മരുന്ന് ഇല്ലാതെ തന്നെയും അവൻ ചെയ്തെന്ന് വരും. കാര്യകാരണങ്ങളുള്ള വിധത്തിലാണ് അള്ളാഹു സാധാരണഗതിയിൽ അത് നിർവഹിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച വിധത്തിലല്ലാതെയും അത് സംഭവിക്കാം. ഇപ്പൊ മരുന്ന് എന്ന് പറയുന്നത് ചില കെമിക്കൽസ് ഒക്കെ അല്ലേ നമ്മൾ വായിലൊക്കെ കഴിക്കുന്നത്. നമ്മള് രോഗമായി നിൽക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള പഴവർഗ്ഗങ്ങളിലും കായ്കനികളിലും ഒക്കെ അടങ്ങിയിട്ടുള്ള അതിന്റെ സത്തയൊക്കെയാണ് പലപ്പോഴും മരുന്നായിട്ട് നമ്മളുടെ മുന്നിൽ ഗുളികയായിട്ടും അരിഷ്ടമായിട്ടും ഒക്കെ എത്തുന്നുണ്ടാവുക. പക്ഷെ നമ്മള് മരുന്നാണെന്ന് സങ്കല്പിക്കാതെ തന്നെ ഒരു പഴം എടുത്ത് വായിലിട്ട് കഴിച്ചാൽ, ചെറുക്കിയാല് അതിൽ ഔഷധം ഉണ്ടാവൂലേ? അത് നമുക്ക് രോഗശമനമായിട്ട് ഫലപ്രദമായി എന്നും വരൂലേ? അങ്ങനെ ഒരുപാട് വഴികൾ ഇവിടെ സാധ്യതയുണ്ട്. രോഗം വന്ന്
ഡോക്ടർ കുറിച്ച് തരുന്നതിനെ വായിലൂടെ അങ്ങ് പോയാലേ രോഗം മാറുന്നൊന്നുമില്ല. രോഗം മാറാൻ കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് പ്രവർത്തനക്ഷമമാവണം. അതിന് സാധാരണഗതിയിൽ എളുപ്പ വഴി ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്ന് വാങ്ങി കഴിക്കലാണ്. പക്ഷെ ഇതേ പ്രക്രിയ വേറെ ചില സംഗതികളിലൂടെ ഒക്കെ ഉണ്ടാവാമല്ലോ. നമ്മളിപ്പോ ഒരിടത്തുനിന്ന് കിണർന്ന് ഒരല്പം വെള്ളം എടുത്ത് കുടിച്ചു എന്ന് വെക്കുക. അതില് പ്രത്യേകമായ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളത് പോലെ അല്ലാത്ത ചില കെമിക്കൽസ് ഒക്കെ കലർന്നൊരു വെള്ളമാണ്. ആ കെമിക്കൽസ് നമ്മളെ ശരീരത്തിന്റെ രോഗശമനത്തിന് ആവശ്യമായതായിരുന്നു, അത് നമുക്ക് ലഭിക്കുകയും ചെയ്തു എന്നൊരവസ്ഥ ഉണ്ടായാൽ അത് രോഗശമനത്തിന്റെ ഒരു വഴിയല്ലേ. അപ്പൊ ഒരുപാട് വഴികളുണ്ട്. അള്ളാഹു വിചാരിച്ചാൽ നമ്മളുടെ രോഗം മാറ്റിത്തരാൻ പ്രത്യക്ഷത്തില് ഡോക്ടറും മരുന്നൊന്നും വേണമെന്നില്ല. അപ്പൊ അതേ സമയത്ത് പ്രത്യക്ഷത്തില് ഡോക്ടറും മരുന്നും ഒക്കെ ഉള്ള വിധത്തിൽ തന്നെയാണ് നമ്മള് അതിന്റെ സ്വാഭാവികമായ രീതിയിൽ ചെയ്യേണ്ടത് താൻ. ആര് ഇടപെടുന്നുണ്ടെങ്കിലും അള്ളാന്റെ സഹായവും അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നടത്തുന്ന നടപടിയൊക്കെ തന്നെയാണ് നമുക്ക് രോഗശമനം ഉണ്ടാക്കി തരുന്നത്. ഒരേ മരുന്ന് രണ്ട് രോഗികൾക്ക് ഡോക്ടർ കുറിച്ചു കൊടുത്തിട്ട് ഒരാൾ മരിച്ചു പോകുന്നു, ഒരാള് രോഗശമനം ഉണ്ടായി രക്ഷപ്പെടുന്നു. ഇതെന്താ കാര്യം? ഒരേ രോഗം, ഒരേ ഇന്റൻസിറ്റി ഉണ്ടായിരുന്നത്, ഒരാൾ മരിച്ചുപോയി, മറ്റേ ആള് രോഗമുക്തി നേടി. ഇങ്ങനെയും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായതാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒന്ന് വളരെ നല്ലതും മറ്റത് വളരെ മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒന്ന് പ്രാർത്ഥിക്കുക എന്നത് വളരെ ആവശ്യമാണ്. അതിനനുസരിച്ച് അതിന് ഉപോത്ബലകമായ ചില പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് ഡോക്ടറെ കാണുന്നതും മരുന്ന് കുടിക്കുന്നതും ഒക്കെയും ആവശ്യമാണ്. അപ്പോ മറ്റൊരു ചോദ്യം ചിന്മയ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്, പലസ്തീൻ ജനത എവിടെയാണ് ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്നത്? അവിടുത്തെ ജനങ്ങൾ അവരെ കീഴടക്കി ഷീൽഡായി ഉപയോഗിച്ച് ജിഹാദ് ചെയ്യുന്ന ഹമാസിനെതിരാണ്. അവർ പക്ഷേ ജനത നിസ്സഹായരാണ്. ക്രൂരമായ ബുദ്ധിയില്ലാത്ത ഹമാസികളുടെ കീഴിലായി പോയി അവർ. ഭയങ്കരമായ ഒരു കണ്ടുപിടുത്താണ്. ഈ ഹമാസ് എന്ന് പറഞ്ഞ മാനത്തുനിന്ന് പൊട്ടിമുളച്ചിങ്ങ് വീണതാണല്ലേ. ഹമാസ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന് തന്നെ വളരെ സംശയകരമായി മാറിയിരിക്കുകയാണ്. ഫലസ്തീനികളുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന കഴിഞ്ഞ 20 വർഷത്തിലേറെയായിട്ട് പ്രവർത്തനക്ഷമമായി രംഗത്ത് വന്നിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന ആ കൂട്ടായ്മ. അത് ഫലസ്തീനികളാണ് അവർക്ക് നിവൃത്തിയില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ഇസ്രായേലിനെതിരിലുള്ള പ്രക്ഷോഭത്തിന്, പ്രത്യേകിച്ച് നേരത്തെ പോരാളികളായിരുന്ന പിന്നീട് മുനയൊടിഞ്ഞു പോയ തരം നേതാക്കന്മാര് നമുക്കറിയാലോ. യാസിർ അറഫാത്തിന്റെ ഒക്കെ പഴയ കാലം നമുക്കറിയാം. യാസിർ അറഫാത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെ നമുക്കറിയാം. പിന്നീട് മഹ്മൂദ് അബ്ബാസിനെ പോലെയുള്ള ആളുകള് പല താല്പര്യങ്ങളും വെച്ചുകൊണ്ട് ഫലസ്തീനികളെ ചതിച്ചുകൊണ്ടിരുന്ന കാര്യവും നമുക്കറിയാം. ഫലസ്തീനികൾ നിരന്തരമായ ദുരിതവും അതുപോലെ പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് അവരുടെ നിവൃത്തിയില്ലായ്കയിൽ അവര് ചെറുത്തുനിൽപ്പിനും പോരാട്ടത്തിനും വേണ്ടി രൂപപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഹമാസ് എന്ന് പറയുന്നത്. ഇന്ത്യക്കാരൊക്കെ വളരെ നല്ല പാവങ്ങള്, ഗാന്ധിജിയും കൂട്ടരും നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ അറിയാതെ അതിൽ പെട്ടുപോയ ഇരകളാണ് എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം. ഏത് സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് രംഗത്ത് വരുന്ന ഒരു കൂട്ടരുണ്ടാവും. അതിന് അർത്ഥം ആ നാട്ടിലെ ബാക്കിയുള്ളവർ അതിൽ നിന്ന് വെളിയിലാണ് എന്നൊന്നുമല്ല. അപ്പം ഗാന്ധിജിയും കൂട്ടരും ജീവിച്ചു പോയത് ആ നാട്ടിലെ കർഷകര് നെല്ലും ഗോതമ്പും ഒക്കെ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടല്ലേ. അപ്പൊ അവര് അവരുടെ വയലുകളിലും മലകളിലും ഒക്കെ കൃഷിയിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകളായിരിക്കും. നേതാക്കന്മാരായിട്ടും പ്രക്ഷോഭകരായിട്ടും ഒക്കെ രംഗത്ത് വരുന്നത് വേറെ ചിലരായിരിക്കും. ഇത് പരസ്പരം സഹായകമായിട്ട് തന്നെയാണ് അവർ നിലകൊള്ളുന്നുണ്ടാവുക. നിങ്ങൾ പറയുന്ന കേട്ടാ വിചാരിക്കും ഹമാസ് വല്ല ശ്രീലങ്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തൊരു കൂട്ടരാണ്, എന്നിട്ട് അവര് വെറുതെ കുഴപ്പമുണ്ടാക്കുകയാണ്, ഫലസ്തീനികളായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവർക്ക് എന്നൊക്കെ ഉള്ളതാണ് തോന്നുന്നത്. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഈ ഫലസ്തീന്റെ ചരിത്രമെങ്കിലും ഒന്ന് വായിച്ച് പഠിക്കണം. അല്ലെങ്കിൽ ഫലസ്തീനിലേക്കൊന്ന് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് പറയാം. വെറും ഈ മറ്റേ കർമ്മ ന്യൂസ് പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ മാത്രം കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു ധാരണയിൽ എത്തരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ
ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.